സന്തോഷത്തിലും അഭിമാനത്തിലും നാം എല്ലാവരും ഒരുമിച്ച് നമ്മുടെ കാവൽ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ അനുഗ്രഹീതമായ നാമധേയത്തിൽ നമ്മുടെ പുരാതനമായ ഒരു ക്രൈസ്തവ കൂടാരത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ദൈവത്തോട് നന്ദി പറയാം, അവിടുത്തെ സ്തുതിക്കാം. അഭിനന്ദനായ മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി അർത്ഥസമ്പുഷ്ടമായ പരാമർശങ്ങളും സൂചനകളും നൽകിയാണ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിച്ചത്. അഭിനന്ദന തിരുമേനി നൽകുന്ന ഉജ്ജ്വലമായ നേതൃത്വം അഭിനന്ദനായ തിമോത്തിയോസ് തിരുമേനിയെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിതാവിൻ്റെ ക്രൈസ്തവ നേതൃത്വ സമീപനവും ശൈലിയും നമ്മുടെ കൂട്ടായ്മയ്ക്ക് വലിയ ബലം നൽകുന്നു. ഇന്നിവിടെ നിൽക്കുമ്പോൾ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷവും ആശ്ചര്യവും തന്നെയാണ്. 1984 ഇവിടെ ഒരുമിച്ച് കൂടിയ മഹാസംഗമം, അന്ന് ഞാനൊരു വൈദിക വിദ്യാർത്ഥിയാണ്. വളരെ അകലെ ജീപ്പ് നിർത്തേണ്ടി വന്നു. അവിടെ നിന്ന് നടന്നും ഇരുന്നും എഴഞ്ഞും ഈ സ്ഥലത്ത് വന്നതും ആയിരക്കണക്കിന് വിശ്വാസ സമൂഹത്തോട് മാർത്തോമാ ശ്ലീഹായുടെ മക്കൾ എന്ന നിലയിലുള്ള ആ ഒരു തികഞ്ഞ കൂട്ടായ്മ ബോധ്യത്തിൽ എല്ലാവരോടും ഒപ്പം ചേർന്ന് നിന്നതും മനസ്സിൽ ഇപ്പോഴും വലിയ പ്രത്യാശ നൽകി അത് മുൻപോട്ട് നയിക്കുകയാണ്. ഇന്ന് ഇവിടെ ഈ റൂബി ജൂബിലിയുടെ ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കുമ്പോൾ ഈ നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട്, എക്യുമെനിക്കൽ ദേവാലയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്വർഗം നൽകുന്ന പുതിയ ദിശാബോധത്തെക്കുറിച്ച് തിരിച്ചറിവ് സമ്പാദിക്കുന്നതിനുള്ള ഒരു കാലം കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിലയ്ക്കൽ എന്നതിന് സുവിശേഷാത്മകമായ പല തലങ്ങളും അർത്ഥങ്ങളും ചരിത്രപരമായ അതിൻ്റെ അർത്ഥവും നമ്മുടെ മുൻപിലുണ്ട്. ലോകമറിയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ സമീപത്താണ് നാം നിലയ്ക്കൽ ഒരു സമൂഹമായി ഒരുമിച്ച് വന്നിരിക്കുക. ലോകം മുഴുവൻ അറിയുന്ന ശബരിമല തീർത്ഥാടനവുമായി, ശബരിമലയിലെ ശ്രീ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോടാനുകോടി ജനങ്ങൾ 1984 സമാരംഭിക്കപ്പെട്ട ഒരു പുതിയ സമർപ്പണമായി ഈ ദേവാലയവും ഈ പ്രസ്ഥാനവും വരുമ്പോൾ ശബരിമല ശാസ്താവിനോ ശബരിമലയിലെ ശാസ്താവിനെ ആരാധിക്കുന്നവർക്കോ മനോവിഷമമുണ്ടാകുന്ന ഒരു സ്ഥലപരിധിയിൽ നമുക്ക് ദേവാലയം വേണ്ട, അതിൻ്റെ പുറത്ത് നമുക്ക് ദേവാലയം മതി എന്ന് നമ്മുടെ പിതാക്കന്മാർ, അതിന് നേതൃത്വം നൽകിയ മഹാരഥന്മാർ നിർബന്ധ ബുദ്ധിയോടെ നടത്തിയ ഒരു ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ പരിണിത ഫലം നിലയ്ക്കൽ പുരാതനമായ ഒരു മാർത്തോമാ ക്രൈസ്തവ കേന്ദ്രമായിരുന്നു എന്ന ചരിത്ര വസ്തുത അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ പുതിയ അർത്ഥങ്ങളിലേക്ക് നമ്മെ നയിക്കുകയാണ്.
ഇവിടെ വന്ന് ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നത് അല്പം ആയാസകരമാണ്. വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് തോന്നുകയില്ല. ഇവിടെ അങ്ങനെ ഒരു പെർമനന്റ് റെസിഡൻസും ഈ പ്രസിഡന്റ് തിരുമേനി അനുവദിച്ചിട്ടില്ല. നാം ഇവിടെ വന്ന് നമ്മുടെ കൂട്ടായ്മ ബലപ്പെടുത്തി നമുക്ക് സാധ്യമായതുപോലെ നമ്മുടെ സഭകളെയും തിരുസഭയെയും ബലപ്പെടുത്താനുള്ള ആലോചനകളും പ്രാർത്ഥനകളും നടത്തുന്നതിന് നമ്മെ സജ്ജീകൃതരാക്കുന്ന ഒരു സ്ഥലം. ചുറ്റുപാടും കണ്ണോടിക്കാനുള്ള നിർബന്ധം നമുക്കുണ്ടാകണമല്ലോ. സംഘർഷം എന്നത് അനുദിനവും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദേവാലയങ്ങൾ അനാദരിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി എനിക്ക് ലഭിച്ച അറിവ്, ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് റോമിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ ഒരക്രമി കയറി ത്രോണോസിന്റെ മുകളിൽ കയറി അവിടെ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന തിരുക്കാലികളൊക്കെ വലിച്ചെറിഞ്ഞ് ആ തിരുവസ്ത്രങ്ങളെടുത്ത് താഴേക്ക് വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ്. സംഘർഷത്തിലേക്ക് ഏത് നിമിഷവും നിസ്സാര കാരണത്തിന്റെ പേരിൽ വഴുതി വീഴാവുന്നതും നിർബന്ധിക്കപ്പെട്ട് തള്ളിയിടാവുന്നതുമായ സാഹചര്യങ്ങൾ അനുദിനം വർദ്ധിക്കുകയാണ്. ഇതിന്റെ മധ്യത്തിൽ നമ്മുടെ സ്വത്വബോധം, സമുദായബോധം, സഭാബോധം, യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ സാങ്കത്യം, ഇവയെല്ലാം നിലനിർത്തിക്കൊണ്ട് വേണം നാം ഇതിന് പരിഹാരം കണ്ടെത്താൻ. സംവാദം എന്നത് ഞാൻ കരുതുന്നത് മലയാളത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ്. എന്തോ പ്രശ്നമുണ്ടാക്കുന്ന വർത്തമാനം എന്നതുപോലെ ഒരു ധ്വനി അതിന് വന്നിട്ടുണ്ട്. നിർമ്മലമായ സംഭാഷണം എന്ന് അതിനെ മനസ്സിലാക്കുമ്പോൾ, ഹൃദയം തുറന്ന സംഭാഷണം എന്നത് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ പൊരുളിലേക്ക് നാം വരും എന്നതും സത്യമാണ്. സംഘർഷവും സംവാദവും സംഭാഷണവും സാമീപ്യവും ഈ പുതിയ കാലത്ത് നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിന് നിലയ്ക്കൽ ആ നാമവും 984 നിലയ്ക്കൽ നാം എടുത്ത ക്രൈസ്തവ സമീപനവും നമുക്കൊരു പുതിയ പാഠം നൽകുകയാണ്. സംഘർഷത്തിൽ നിന്ന് നിർമ്മലമായ സംഭാഷണത്തിലേക്ക് വരുന്നതിന് നമ്മെ സജ്ജരാക്കിയ വിശുദ്ധമായ ഒരിടവും നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ച സ്ഥലവുമാണ്. പിതാക്കന്മാർ ആരാധിച്ച, ക്രിസ്തീയ ജീവിതം നയിച്ച പുരാതനമായ നമ്മുടെ മണ്ണിലെ ഒരിടമെന്ന നിലയിൽ നമുക്കൊരു അഭിമാന ബോധം, ചരിത്രബോധം നമുക്ക് നൽകുമ്പോഴും യേശു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നത് സ്നേഹപൂർവമായ സംഭാഷണത്തിലേക്കാണ്. നിലയ്ക്കൽ എന്നത് ഒരു സ്ഥലത്തിന്റെ നാമം മാത്രമായി പരിമിതപ്പെടരുതേ. നിലയ്ക്കൽ എന്നത് നമുക്ക് സ്വർഗം തുറന്നു നൽകിയ ഒരു പുതിയ കാഴ്ചപ്പാടിൻ്റെയും പുതിയ സമർപ്പണത്തിൻ്റെയും പുതിയ ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അഭിവന്യ മെത്രാപ്പൊലീത്ത ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ വന്നിരിക്കുന്നതിനുള്ള യഥാർത്ഥ സ്ഥിതി നമുക്ക് സമ്മാനിച്ചത് ഒരു സംഘർഷമല്ല, സ്വർഗം നമുക്ക് നൽകിയ കൂട്ടായ്മ ബോധ്യമാണ്. ചില സംഭവങ്ങളും സംഭാഷണങ്ങളും ചിലപ്പോൾ രൂപാന്തരീകരണത്തിലേക്ക് നമ്മെ നയിക്കും. അതിൻ്റെ അനുഭവമാണ് നിലയ്ക്കൽ 40 വർഷം എന്ന് നാം ആഘോഷിക്കുന്നത്.
സംഭവിക്കാവുന്ന ഒരു വലിയ ദുരന്തം പിന്നീട് നമ്മുടെ മേൽ ചാർത്തി വയ്ക്കാമായിരുന്ന ഒരു വലിയൊരു ആരോപണം പരിശുദ്ധാത്മാവ് ഇടപെട്ട് നീക്കി അത് നമുക്ക് സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു തലമായി അതിനെ രൂപപ്പെടുത്തി എന്നതിൽ നമുക്ക് ദൈവത്തോട് ഏറെ കടപ്പാടുണ്ട്. നമ്മുടെ ഈ വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന നമ്മുടെ മുതിർന്ന അൽമായ നേതാക്കന്മാരുണ്ട്. അവരുടെ പേരുകൾ എനിക്കറിയാം. അവരുടെ പേരുകൾ പറയുമ്പോൾ ആരെയെങ്കിലും വിട്ടുപോകുമോ എന്നെനിക്ക് ഭയമുള്ളത് കൊണ്ട് ഞാൻ ആ പേരുകൾ പരാമർശിക്കുന്നില്ല. പക്ഷെ അവരുടെ നേതൃത്വവും ഇടപെടലുമൊക്കെ ഓരോരുത്തരുടേതും കൂട്ടായിട്ടും എനിക്കറിയാം. സഭയുടെ പരിച്ഛേദമാകാൻ, സഭയുടെ കൂട്ടായ്മ ബോധം വർദ്ധിപ്പിക്കുന്നതിന് സുവിശേഷത്തിൽ നിന്ന് വിട്ടുമാറാതെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു വലിയ നിര നമ്മുടെ ഈ പ്രസ്ഥാനത്തിനുണ്ട്. അഭിനന്ദ പിതാക്കന്മാരുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അത് സ്വാഭാവികമാണ്. നമ്മുടെ ഈ അൽമായ നേതൃത്വം സഭകൾ തിരുസഭയായി മുൻപോട്ട് വെച്ച കാര്യങ്ങൾക്ക് ചോരയും നീരും നൽകി, വിശ്വാസത്തിൻ്റെ ബലം നൽകി നമ്മുടെ അൽമായ നേതാക്കൾ വലിയ സാക്ഷ്യം നൽകി. ഞാൻ നമ്മുടെ ഈ പ്രാതിനിധ്യ സ്വഭാവത്തിലെ ഈ സമൂഹത്തോട് ചേർന്ന് നമ്മുടെ ഈ എക്യുമെനിക്കൽ ട്രസ്റ്റും ഈ ദേവാലയവുമൊക്കെ രൂപപ്പെട്ട് നമുക്കെല്ലാം അഭിമാനം പകരുന്ന രീതി ആ തലത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിന് നമ്മുടെ എല്ലാ സഭകളിലെയും അൽമായ നേതാക്കന്മാർ നൽകിയ വലിയ സേവനത്തിന് വന്നുകൂടിയ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു നിറഞ്ഞ കയ്യടി നൽകി അവരോടുള്ള ബഹുമാനം നമുക്ക് അറിയിക്കാം. നമ്മുടെ നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൈക്കിൻ്റെ ശബ്ദം മാറി. ഇത് പഴയ രീതിയിലാക്കുന്നതായിരുന്നു എനിക്ക് സന്തോഷം. നമ്മുടെ നേതാക്കന്മാർ നമുക്ക് നൽകിയ വലിയ സേവനത്തിന് നന്ദി പറയുന്നു. നമുക്കിനി ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. യേശുക്രിസ്തുവിന്റെ അനുയായികൾ എന്ന നിലയിൽ സ്നേഹപൂർവമായ സംഭാഷണങ്ങൾക്ക് ലോകം ഉറ്റുനോക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെയാണ്. വിട്ടുവീഴ്ച ചെയ്യുന്നതിനും ക്ഷമിക്കുന്നതിനും കരുതുന്നതിനും കാത്തുസൂക്ഷിക്കുന്നതിനും ക്രൈസ്തവ സമൂഹത്തിന് സാധിക്കും എന്നത് ലോക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. തന്നെ അപായപ്പെടുത്തുന്നതിന്, വധിക്കുന്നതിന് ആലോചനയിട്ട ഒരു സംഘത്തിൻ്റെ പ്രതിനിധിയായി അതിന് കൃത്യമായ പദ്ധതിയോടെ പ്രവർത്തിച്ച തൻ്റെ ഘാതകനെ ജയിലിൽ പോയി തനിയെ മുഖാമുഖം നോക്കിയിരുന്ന് സംസാരിച്ച് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സ്നേഹചുംബനം നൽകി തിരിച്ചു പോകുന്നതിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്ന വിശുദ്ധനായ മഹാപുരോഹിതന് സാധിച്ചു എങ്കിൽ അത് പോളണ്ട് എന്ന സ്ഥലത്തിൻ്റെ കാലാവസ്ഥ കൊണ്ടല്ല, യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ്റെ നിർബന്ധിക്കുന്ന സ്നേഹം കൊണ്ടാണ്. അതിനെയും അവസാനിച്ചിട്ടില്ല എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ നാമം ഈ വനാന്തരത്തിൽ നിന്ന് ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്നു. നിലയ്ക്കൽ ദൈവം സമൃദ്ധമായി നമ്മുടെ കൂടിവരവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു പിതാക്കന്മാരെല്ലാം സന്നിഹിതരായിരിക്കുമ്പോൾ ഞാൻ ഇനിയും പറയുന്നത് എന്നോട് കൂടുതൽ ദേഷ്യത്തിനോ ഒക്കെ കാരണമാകാമെങ്കിലും അത് പറഞ്ഞിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ആ സമയത്ത് വന്ന് സംഭവിച്ച ദേവാലയത്തിൻ്റെ കൂദാശ
പുതുക്കിപ്പണിത ദേവാലയത്തിൻ്റെ കൂദാശ കർമ്മം നിർവഹിക്കേണ്ടിയിരുന്നത് അഭിനന്ദനായ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനിയാണ്. വന്യപിതാവിന് അന്ന് ഇവിടെ എത്താനുള്ള ശാരീരികമായ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ആ സമയത്ത് ഇത് കൂദാശ ചെയ്യാൻ എന്നോടാണ് പറഞ്ഞത്. അതൊരു സന്തോഷമായി കരുതുന്നു. നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. ഇവിടെ താഴെയുള്ള കൽക്കുരിശിൻ്റെ ഖുദാശയുടെ സന്ദർഭത്തിലും ഇവിടെ വരുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ ഇടയായി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ നിന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോഷുവ മാർ ഇഗ്നാത്തിയോസ് പിതാവിനെയാണ്. പിതാവ് അത് ഉചിതമായി നിർവഹിക്കുന്നുണ്ട് എന്നതിൽ ഞങ്ങളുടെ സഭയൊന്നായി സന്തോഷിക്കുന്നു. പിതാവിനെ സംബന്ധിച്ച് വളരെ സന്തോഷത്തോടു കൂടി പിതാവ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ഈ എക്യുമെനിക്കൽ ശുശ്രൂഷ. പ്രത്യേകിച്ച് നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും സഹകാരിയായി നിൽക്കുന്ന, സതീർത്ഥ്യനായി നിൽക്കുന്ന പിതാവിൻ്റെ ശുശ്രൂഷ. ഒപ്പം ബഹുമാനപ്പെട്ട ഷൈജു OIC അച്ഛൻ ബദനി ആശ്രമത്തിലെ അംഗമാണ്. ബഹുമാനപ്പെട്ട ജോർജ് തേക്കടയിലച്ഛൻ നമ്മുടെ ഈ ജൂബിലിയുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾക്കൊക്കെ പിതാക്കന്മാർ നിയോഗിക്കുന്നതനുസരിച്ചുള്ള ശുശ്രൂഷ വളരെ ശുഷ്കാന്തിയോടും ഉത്സാഹത്തോടും കൂടി നിർവഹിക്കുന്നു. ഇവരുടെ എല്ലാവരുടെയും സേവനം സന്തോഷത്തോടും കൂടി ഈ ശുശ്രൂഷയ്ക്ക് ലഭിക്കുന്നു എന്നതിൽ ഞാൻ എൻ്റെ നന്ദി, അവരോടുള്ള അഭിനന്ദനം അറിയിക്കുന്നു. അഭിനന്ദ പിതാക്കന്മാരോട് ചേർന്ന് നിന്ന് ഈ ശുശ്രൂഷയിൽ ഇന്ന് ഇടപെടുന്നതിന് സാധിച്ചു എന്നത് എൻ്റെ ഈ പുരോഹിത ശുശ്രൂഷയിൽ അവിസ്മരണീയമായ അനുഭവമായി ഞാൻ സ്വീകരിക്കുന്നു. ജനപ്രതിനിധികൾ രണ്ടുപേരും ഇവിടെയുണ്ട്, ലോക്സഭയിലെയും നിയമസഭയിലെയും. അവരൊരുമിച്ചാണ് ഇന്ന് തിരി തെളിച്ചത്. ഒരുപക്ഷെ ഇത് ഒരു എക്യുമെനിക്കൽ റെക്കോർഡായിരിക്കും. ഒരാൾ ലോക്സഭയിലും മറ്റേയാൾ നിയമസഭയിലും ആയതുകൊണ്ട് രണ്ട് സ്ഥലത്തും ബഡ്ജറ്റുകളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന കാലമാണ്. ഇനി പുതിയ കാലത്തേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നേരത്തെയൊക്കെ ഈ പൊതു ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ റെയിൽവേക്ക് ഒരു പുതിയ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിലിരുന്നാൽ മതി, വരും കാലങ്ങളിൽ നാട്ടിൽ താമസിക്കുന്ന മനുഷ്യർക്ക് ഒരു ബഡ്ജറ്റും കാട്ടിലുള്ള മൃഗങ്ങൾക്ക് വേറൊരു ബഡ്ജറ്റും വരുമോ എന്നെനിക്കൊരു സംശയം. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നാട്ടിൽ വസിക്കുന്ന മനുഷ്യരുടെ സംരക്ഷണം കാട്ടിലെ ആനകളെയും മൃഗങ്ങളെയും ഏൽപ്പിച്ചാൽ അത് സാധ്യമാകുന്നത് എങ്ങനെ? ഈ പ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ കാര്യത്തിൽ നമുക്ക് ഒരു കരുതലുണ്ടാകണം. നിങ്ങളുടെ പരിമിതികളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുക. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളോടല്ലാതെ ഈ കാര്യം നിയമസഭയിലോ ലോക്സഭയിലോ എത്തിക്കാൻ വേറെ സംവിധാനം ഇപ്പോഴില്ല. നമ്മുടെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് എന്തെല്ലാം തർക്കങ്ങൾ പറഞ്ഞാണ്, എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാണ് മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. തികഞ്ഞ ലാഘവ ബുദ്ധിയോടുകൂടി ഈ വിഷയത്തെ കാണുന്നുവോ എന്ന് ഇവിടെ ഇരിക്കുന്നവരും ഈ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുമായ സാധാരണക്കാരായ മനുഷ്യർ ഭയപ്പെടുന്നു എന്നത് പരമാർത്ഥമാണ്. ഇതിനൊരു പരിഹാരമുണ്ടാകണം. ഇത് നമ്മുടെ പൊതു ജീവിതത്തിൽ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. അന്യായമായി വസ്തു കയ്യേറിയവരല്ല, കാട് ഇറങ്ങി വന്ന വന്യമൃഗങ്ങളുടെ മുൻപിൽ പകച്ചു നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ.
പിറകിൽ നിന്ന് വന്ന് അടിച്ചു കൊല്ലുന്ന സാഹചര്യമുള്ള ദിനങ്ങൾ, കുട്ടികളെ ഭയമില്ലാതെ സ്കൂളിലേക്ക് അയക്കാൻ സാധിക്കാത്ത ദൈനംദിനമുള്ള അവസ്ഥ, ഇത് ഒരു പരിഹാരം കണ്ടെത്തേണ്ട മാർഗമാണ്. നിലയ്ക്കൽ എന്നത് പുരാതനമായ ഒരു ക്രൈസ്തവ കേന്ദ്രത്തിൻ്റെ പേര് ഓർത്തു പറയുന്ന ഒരു കാര്യം മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ ശുശ്രൂഷയുടെ പുതിയ പര്യായ നാമമായി നാം സ്വീകരിക്കുമ്പോൾ അടിയന്തരമായി നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ജീവിത പ്രശ്നമായി ഈ വിഷയം നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് മാത്രം ആ വിഷയത്തിൻ്റെ എല്ലാ പരിഹാരവും ആകുന്നില്ല എന്നതും സത്യമാണ്. നാം ഒരുമിച്ച് നിന്ന് ഈ കാര്യത്തിൽ ആന വരുമ്പോൾ കത്തോലിക്കനെന്നോ മർത്തോമക്കാരനെന്നോ ഓർത്തഡോക്സുകാരനെന്നോ ഒന്നും വ്യത്യാസമില്ല. മലയിൽ തിരുമേനി CSI എന്ന് പോലും വ്യത്യാസമില്ല. ആന വരുമ്പോൾ ആന ഓടിക്കുന്നത് മനുഷ്യനെയാണ്. നമുക്ക് ആനയെ പേടിച്ച് ഒന്നാകേണ്ട, യേശുക്രിസ്തുവിൽ ഒന്നായി നിന്ന് ഈ വിഷയത്തിൽ ഒരു പുതിയ പരിഹാരക്രമത്തിന് നിർബന്ധമായി നമുക്ക് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നത് നമുക്ക് ഓർക്കാം. ഞാനൊരു വാക്ക് ഓർത്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. 84 നമ്മളുടെ ഇവിടുത്തെ തുടക്കത്തിൽ അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവ് മുൻ മന്ത്രി ശ്രീ R ബാലകൃഷ്ണപിള്ള അദ്ദേഹം പറഞ്ഞതായി ഒരു റിപ്പോർട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കത്തോലിക്കരുടെ പരിപാടിയിൽ പോയി സംബന്ധിച്ചിട്ടുണ്ട്, ഓർത്തഡോക്സുകാരുടെ പരിപാടിയിൽ പോയിട്ടുണ്ട്, യാക്കോബായ സഭയുടേത് പോയിട്ടുണ്ട്, മർത്തോമ സഭയുടേത് പോയിട്ടുണ്ട്, മലങ്കര കത്തോലിക്ക സഭയുടേത് പോയിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനികളുടെ പരിപാടിയിൽ ആദ്യമായിട്ടാണ് പോകുന്നതെന്ന്. അദ്ദേഹം ഉദ്ദേശിച്ച ആ അർത്ഥം, അദ്ദേഹം ഉദ്ദേശിച്ച ആ ഒരു സന്ദേശം നമുക്ക് വളരെ വ്യക്തമാണ്. ആ ദിശയിലേക്ക് നമുക്ക് ഒരുമിച്ച് സ്നേഹത്തോടുകൂടി എല്ലാ വ്യത്യസ്തതകളും നിലനിർത്തിക്കൊണ്ട് തന്നെ കീപ് വൺസ് ഓൺ ഐഡന്റിറ്റി, ബട്ട് വി ഹാവ് എ കോമൺ ഐഡന്റിറ്റി എക്സ്പ്രസ് ഇൻ ദാറ്റ് ക്രൂസിഫൈഡ് ലോർഡ്. ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ പൊതു അടയാളത്തിൻ്റെ മുൻപിൽ നാം എല്ലാം ഒന്നായി മുൻപോട്ട് പോകട്ടെ. ഒരുമിച്ച് പോകാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരോടുമുള്ള കർത്താവിൻ്റെ കാരുണ്യം അറിയിച്ചുകൊണ്ടും എളിയവനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ടും സന്തോഷപൂർവ്വം നിലയ്ക്കൽ എക്യുമെനിക്കൽ ദേവാലയത്തിൻ്റെയും സെൻറ് തോമസ് നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിൻ്റെയും ഈ ജൂബിലിയുടെ സമാപന സമ്മേളനം, ഈ ജൂബിലി ഉദ്ഘാടനം ചെയ്തത് പരിശുദ്ധ കാതോലിക്ക ബാബ ബസേലിയോസ് മാർത്തോമ തൃതീയൻ തിരുമനസ്സുകൊണ്ടാണ്. ഇന്ന് ഇവിടെ ഈ മഹാസമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.